ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ RBI നടത്തിയ റേറ്റ് കട്ട് അത് മീഡിയം ടേമിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ കൊടുക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് മാർക്കറ്റ് വീണ്ടും കൂടുതൽ കോഷ്യസ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇപ്പോൾ US ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് പ്രതീക്ഷകൾ അതിന് തിരികൊളുത്തിക്കൊണ്ട് 2 ദിവസത്തെ ഒരു മീറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കോഷ്യസ് അപ്രോച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫോള് നമുക്ക് കാണാൻ കഴിയില്ല. ഗ്ലോബൽ ഫ്യൂച്ചേഴ്സ് ഒക്കെ മിക്സഡ് ആണെങ്കിലും നമ്മുടെ മാർക്കറ്റിൽ ഇന്നുണ്ടായ രീതിയിലുള്ള ഒരു ഫോൾ അവിടെയൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ RBI പല മെഷേഴ്സ് എടുത്തിട്ടും നമ്മുടെ റൂപ്പി ഡിപ്രിസിയേഷൻ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ റൂപ്പി 90.38 എന്നുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഇത് കൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായ വർധനവും അതേപോലെ ഈ ലാസ്റ്റ് ഫ്രൈഡേ ഈ റേറ്റ് കട്ട് ഉണ്ടായ ദിവസം പോലും FIAസിൻ്റെ സെല്ലിങ് കുറവായിരുന്നെങ്കിലും അവർ നെറ്റ് സെല്ലിങ്ങിലാണ് ഉണ്ടായിരുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് FIAs എത്രമാത്രം നമ്മുടെ മാർക്കറ്റിൽ ബിയറിഷ് ആണ് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ടതാണ് ബ്രോഡ് മാർക്കറ്റിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സെഗ്മെൻറ്റിലാണ് വമ്പിച്ച തകർച്ച കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. ബ്രോഡ് മാർക്കറ്റ് വളരെ വീക്കായിരുന്നു. കാരണം നിഫ്റ്റി ലാർജ് ക്യാപ്പ് ഇൻഡെക്സുകളിൽ മാത്രമായിരുന്നു കഴിഞ്ഞ ആഴ്ച മുന്നേറ്റം ഉണ്ടായത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രവണത ലാർജ് ക്യാപ്പിൽ പ്രത്യേകിച്ച് നിഫ്റ്റി നെക്സ്റ്റ് 50 സ്റ്റോക്കുകളിൽ ശക്തമായ സെല്ലിംഗ് നടന്നതായിട്ട് കാണാം. നിഫ്റ്റി 50 ഇൻഡെക്സ് ഇന്ന് 0.86% ഡൗൺ ആയിട്ട് 25,960 ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 നമ്മൾ കാണുന്നത് 2% കൂടുതലുള്ള ഒരു ക്രാഷാണ്. അതേപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ ഈ രീതിയിലുള്ള നെക്സ്റ്റ് 50 പോലെയുള്ള ഒരു ക്രാഷ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ബ്രോഡ് മാർക്കറ്റിൻ്റെ വീക്ക്നെസ് തുടരുകയാണ്. അപ്പോൾ അതാണ് ഇന്നൊരു ബ്ലഡ് ബാത്ത് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ 26,000 താഴെ തീർച്ചയായിട്ടും 25,900 26,000 ഇടയിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ആ സോണിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇനിയും താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ 25,850 അടുത്ത ഒരു സപ്പോർട്ട് സോൺ. അപ്പോൾ നാളെ എക്സ്പയറി ഡേ കൂടി ആയതുകൊണ്ട് തന്നെ നല്ല വളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ആക്റ്റീവായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കോൺട്രാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ അവിടെയും ചില ചേഞ്ചസ് വന്നതായിട്ട് കാണാം. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത് 26,500 ആയിരുന്നു ഹയസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്കിൽ ഇപ്പോൾ അത് 26,200 താഴ്ന്നതായിട്ട് കാണാം. കൂടാതെ പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതിപ്പോൾ 25,900 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റിൻ്റെ റേഞ്ച് ആ 26,000 താഴോട്ടേക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ അത്യാവശ്യം പിടിച്ചു നിന്നത് IT സ്റ്റോക്കുകളാണെന്ന് കാണാൻ കഴിയും. എല്ലാ സെക്ടറുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ IT സെഗ്മെൻറ്റിലുള്ള ആ ഒരു ക്ലോസിംഗ് അത്ര സിവിയർ ആയിരുന്നില്ല, നെഗറ്റീവ് ആണെങ്കിലും. ഇന്ന് നമ്മൾ നിഫ്റ്റി 50 ടോപ്പ് 3 പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആകെ 3 സ്റ്റോക്കുകളാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ആ 3 ടെക് സ്റ്റോക്കുകളാണ്. ഇപ്പോൾ ടെക് മഹീന്ദ്ര, വിപ്രോ, HCL ടെക് ഈ 3 സ്റ്റോക്കുകളാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി 50 സ്റ്റോക്കുകൾ. ബാക്കി എല്ലാ നിഫ്റ്റി 50 സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അവിടെ ശക്തമായ തകർച്ച നേരിട്ടത് ഇൻഡിഗോ തന്നെയാണ്. അപ്പോൾ ഇൻഡിഗോയിൽ നമുക്കറിയാം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ ഒരു തകർച്ചയിൽ നിന്ന് ഇൻഡിഗോ കയറണമെങ്കിൽ സമയമെടുത്തേക്കാം. കൂടാതെ BELലും JSW സ്റ്റീലും ഇന്ന് വലിയ തോതിൽ തകർന്നതായിട്ട് കാണാം. ഇനി നിഫ്റ്റി 500 വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇന്ന് നടത്തിയ ഒരു സ്റ്റോക്ക് കാണുന്നത് ലേറ്റന്റ് വ്യൂ അനാലിറ്റിക്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആൻഡ് കൺസൾട്ടിംഗ് മേഖലയിലെ ഈ ഒരു കമ്പനിയിൽ 10% കൂടുതൽ റാലിയാണ് ഇന്ന് നടന്നത്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് കെയ്ൻസ് ടെക് എന്ന് പറയുന്ന ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനിയിൽ അതിൻ്റെ ക്രാഷ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും വലിയ തോതിൽ അത് താഴോട്ടേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഏതായാലും നാളത്തെ നിഫ്റ്റി എക്സ്പയറി, അതുപോലെ മറ്റന്നാൾ വരാൻ പോകുന്ന FOMC മീറ്റിംഗിൻ്റെ ഔട്ട്കം, ഇതൊക്കെ മാർക്കറ്റിനെ എത്രമാത്രം വളറ്റിലിറ്റിയിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ നിഫ്റ്റിയുടെ വളറ്റിലിറ്റി ഇൻഡെക്സ് വർദ്ധിച്ചതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മൾ പൊതുവെ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സിൽവറിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സിൽവറിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ഹൈയിൽ നിന്നും വൻ തകർച്ച നേരിട്ട ഒരു കമ്മോഡിറ്റിയാണ് ഈ സിൽവർ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സിൽവറിൽ നടക്കുന്ന മുന്നേറ്റം അവിടെ മറ്റ് ഫാക്ടറുകളുണ്ട്. ഇപ്പോൾ ഹൈ ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഈ സിൽവറിൻ്റെ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, EV വെഹിക്കിളുകളും സെമി കണ്ടക്ടർ മേഖലയിലും ഉണ്ടായിട്ടുള്ള വളർച്ച ഈ സിൽവറിൻ്റെ ഡിമാൻഡ് വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു നിലവിലുള്ള ഈ ഒരു റാലി താഴോട്ടേക്ക് വരണമെങ്കിൽ അവിടെ ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് ഈ ഒരു സിൽവറിൽ ഉണ്ടാകണം. ഉദാഹരണത്തിന് ഒന്ന് എക്കണോമിക് സ്ലോ ഡൗൺ ആവുകയാണെങ്കിൽ, ഇപ്പോൾ EVയിലും സെമി കണ്ടക്ടറിലും പ്രൊഡക്ഷനിൽ ഒരു
ഡിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു മാനുഫാക്ചറിങ് വീക്ക്നെസ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സിൽവറിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് വരാം. അതുപോലെ US ഡോളറിനും ബോണ്ട് ഈൽഡിലും നല്ല ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഈ പ്രീഷ്യസ് മെറ്റൽസിൻ്റെ പ്രൈസ് കുറയാറുണ്ട്. അപ്പോൾ അതും ഒരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ വലിയ റാലി നടക്കുമ്പോൾ പ്രത്യേകിച്ച് ബമ്പിച്ച ഒരു ഗെയിനാണ് ഉണ്ടായിട്ടുള്ളത്. ഈയിടെ തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇത് താഴത്തേക്ക് വന്നിരുന്നു. ഇതേപോലെ ഇനിയും ഒരു റാലി നടക്കുകയാണെങ്കിൽ അവിടെയും വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ കറക്ഷൻ എപ്പോഴും ഈ സിൽവറിൽ ഉണ്ടാവും. അതുപോലെ മറ്റൊരു റിസ്ക് ഫാക്ടർ സിൽവറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ സിൽവറിൻ്റെ ഈ വില വർദ്ധിക്കുമ്പോൾ സിൽവറിന് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റു മെറ്റലുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇൻഡസ്ട്രി ആലോചിക്കും. അത്തരം സന്ദർഭങ്ങളിലും ഒരുപക്ഷെ സിൽവറിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് വരാം. എന്നാൽ നിലവിലുള്ള അവസ്ഥയിൽ ഇതിൻ്റെ ആ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി കൂടുമെന്നതിന് അനുകൂലമായിട്ട് വരുന്ന ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഈ ഗ്ലോബൽ ഡിമാൻഡ് തന്നെയാണ്. അത് തുടർച്ചയായ ഷോർട്ടേജ് ഈ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ, അതുപോലെ സോളാർ, EV, ഈ ഒരു മേഖലയിലുള്ള ഓരോ ശക്തമായ മൂവും സിൽവറിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. അതുപോലെ ഇപ്പം വരാൻ പോകുന്ന ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് അത് ഉണ്ടാക്കുന്ന സർപ്ലസ് ഫണ്ട് സിൽവറിലേക്കും ഗോൾഡിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അത് അങ്ങനെ നോക്കുമ്പോഴും അവിടെ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി സിൽവറിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ഷോർട്ട് ടേമിൽ ഇത്തരത്തിലുള്ള പ്രൈസ് കറക്ഷനും വോളറ്റിലിറ്റിയും ഇതിലുണ്ടാവുമെങ്കിലും അത് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരു നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും. എന്നാൽ ലോങ് ടേം ആ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിപ്പിൽ ബൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ പാനിക് ആയിട്ടുള്ള സെല്ലിങ്ങും ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ഈ സിൽവർ കൃത്യമായ ഇടവേളകളിൽ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഈ സിൽവറിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ഏത് സമയം പോസിബിൾ ആണ്, ഏത് സമയം ഒരു കറക്ഷൻ ഉണ്ടാകാം. എന്നാൽ ഡൗൺ സൈഡിൽ വലിയ ക്രാഷിനുള്ള സാധ്യത കുറവാണ്. ഇനിയും കുറച്ചു കാലം കൂടി ഇതിൻ്റെ ലോങ് റൺ പോസിറ്റീവ് ആകാനാണ് സാധ്യത എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ പറയുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിൽ വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്ന ICICI Prudential AMCയുടെ IPO കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കമ്പനി ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. SBI മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും അധികം AUM ഉള്ള കമ്പനി. എന്നാൽ SBI മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത ഒരു AMC ആണ്. അപ്പോൾ ഈ അടുത്ത് ക്രിസിലിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈക്വിറ്റി ഓറിയൻറ്റഡ് സ്കീമുകളുടെ ആ ഒരു അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 13.4% ഒരു മാർക്കറ്റ് ഷെയറാണ് ICICI Prudentialനുള്ളത്. അപ്പോൾ അത് ആ കാറ്റഗറിയിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്കറ്റ് ഷെയറാണ്. കൂടാതെ ഹൈബ്രിഡ് ഈക്വിറ്റി ഫണ്ടുകളിൽ ഇതിൻ്റെ മാർക്കറ്റ് ഷെയർ ഏറ്റവും ലീഡിംഗ് പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ ഈ കമ്പനിയുടെ സ്കീമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 143 സ്കീമുകളുണ്ട്. അതിൽ 44 ഈക്വിറ്റി സ്കീമുകളാണ്, 20 ഡെറ്റ് സ്കീമുകളും 61 പാസീവ് സ്കീമുകളും 15 ഡൊമസ്റ്റിക് ഫണ്ട് ഓഫ് ഫണ്ട് സ്കീമുകളും ഒരു ലിക്വിഡ് സ്കീമും അതുപോലെ ഒരു ഓവർനൈറ്റ് സ്കീമും ഒരു ആർബിട്രേജ് സ്കീമും ഒക്കെ അടക്കമുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു അസറ്റ് മാനേജ്മെൻ്റ് ആണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഈ ICICI Prudentialന്റെ ATLs നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഡിസംബർ 12 ആരംഭിച്ച് ഡിസംബർ 16 ക്ലോസ് ചെയ്യുന്നത്. ഇഷ്യൂ പ്രൈസ് കാണുന്നത് 2061, അതുപോലെ 2165 പെർ ഷെയർ എന്നുള്ള ഒരു പ്രൈസ് ബാൻഡാണ്. അപ്പോൾ ഈ ടോട്ടൽ ഇഷ്യൂ സൈസ് 10,602 കോടിയാണ്. അപ്പോൾ ഈ വർഷം വരുന്ന 4ാമത്തെ ഏറ്റവും ഹയസ്റ്റ് IPO ആണിത്. കാരണം ടാറ്റ ക്യാപിറ്റൽ, അതുപോലെ HDB ഫൈനാൻഷ്യൽസ്, LG ഇലക്ട്രോണിക്സ് ഇതൊക്കെയാണ് 10,000 മുകളിൽ ഇഷ്യൂ സൈസുള്ള IPOകൾ വന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ബിഗ്ഗസ്റ്റ് IPO ആയിട്ടാണ് ICICI Prudential AMCയുടെ IPO നമ്മൾ കാണുന്നത്. ഈ IPOയുടെ മറ്റൊരു പ്രത്യേകത ICICI ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ ക്വാട്ട ഉണ്ട്. അപ്പോൾ ഈ ഡിസംബർ 5 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ICICI ബാങ്കിൻ്റെ ഷെയർ ഉള്ളവർക്ക് ഏകദേശം ഈ 2 ലക്ഷത്തോളം രൂപയുടെ IPO അപ്ലൈ ചെയ്യുന്നതിനുള്ള ആ ഒരു റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു അട്രാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ICICI ബാങ്ക് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഇൻകം ആയാലും പ്രോഫിറ്റ് ആയാലും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നൊരു കമ്പനിയാണ്. ശക്തമായ ROEയും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ റിസർവ് ആൻഡ് സർപ്ലസ് ഒക്കെ നോക്കുകയാണെങ്കിലും ഒരു ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ സൈഡിൽ വളരെയധികം ഓക്കെ ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണ് നമുക്ക് ICICI Prudential AMC കാണാൻ കഴിയുക. എന്നാൽ ഈ ഒരു ഇഷ്യൂ സൈസ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ മുഴുവൻ 10,000 കോടിയും ഓഫർ ഫോർ സെയിലാണ്. അവിടെ ഫ്രഷ് ഇഷ്യൂ തീരെയില്ല, 0 ആണ്. ഇപ്പോൾ ICICI ഗ്രൂപ്പിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അവരുടെ IPOകൾ നോക്കുകയാണെങ്കിൽ ഈ 10 വർഷത്തിൽ 3 IPOകൾ വന്നിരുന്നു. ഒന്ന് ICICI Prudential ലൈഫ് ഇൻഷുറൻസിൻ്റെതാണ്, മറ്റൊന്ന് ICICI ജനറൽ ഇൻഷുറൻസ്, മറ്റൊന്ന് ICICI സെക്യൂരിറ്റീസാണ്. ഈ 3 IPOകളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ അതിൻ്റെ IPO പ്രൈസിനേക്കാൾ താഴെയാണ് ലിസ്റ്റ് ചെയ്തത്.
അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ ഈ IPOക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ള പ്രൈസിംഗ് ആണ്. അത് ഓവർ വാല്യൂഡ് ആയിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ അതാണ് ആ ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ തടസ്സമായിട്ട് അന്നൊക്കെ നിന്നിരുന്നത്. എന്നാൽ ഈ ഒരു IPOയുടെ ഒരു PE റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് ICICI Prudential AMCയുടെ PE 40.37 എന്ന PE ആണ്. അത് ലിസ്റ്റിങ്ങിന് ശേഷം 33.07 ആയിട്ട് കുറയും. അപ്പോൾ ഇവരുടെ ഇൻഡസ്ട്രിയിലുള്ള കോമ്പറ്റേറ്റേഴ്സിന് നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റർ HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ HDFC AMCയുടെ PE 45.2 ആണ്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ PE 41 ആണ്. അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ PE സ്ലൈറ്റ്ലി അതിൻ്റെ താഴെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇത് അത്ര അഗ്രസീവ് പ്രൈസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ പോലും ഇത് മുഴുവനും ഒരു OFS ആയതുകൊണ്ടും അതുകൂടാതെ ഇതിൻ്റെ ആ ഒരു നേരത്തെ സൂചിപ്പിച്ച ലിസ്റ്റിംഗ് ഹിസ്റ്ററി ഇങ്ങനെ ഉള്ളതുകൊണ്ടും ആ ഒരു റെഡ് ഫ്ലാഗുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നോർമൽ ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുള്ള ഒരു IPO ആയിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക. എങ്കിൽ പോലും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ഒന്നും നമുക്ക് ഈ ഒരു IPOയിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. കാരണം ഇതൊരു ലാർജ് ക്യാപ് കമ്പനി ആയിട്ട് മാറും. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കമ്പനി ആയിട്ടാണ് ഇത് മാറാൻ പോവുക. അപ്പോൾ നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കുകയാണെങ്കിൽ 4 to 6% ഇടയിലാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാണുന്നത്. അപ്പോൾ ഇഷ്യൂ ഓപ്പൺ ആകുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വർദ്ധിച്ചേക്കാം. എങ്കിലും അത് മാർക്കറ്റ് കണ്ടീഷനും ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ട്രെൻഡിൻ്റെയും ഒക്കെ ഗതിവിഗതികൾ അനുസരിച്ചിട്ടായിരിക്കും GMP നീങ്ങുക. ഷെയർ ഹോൾഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാത്തവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. വലിയ ബ്രാൻഡും അതുപോലെ ഒരു വലിയ കമ്പനി എന്നുള്ള നിലക്കും ലോങ് ടേമിൽ ഒരിക്കലും ഒരു നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു IPO ആയിട്ട് നമുക്കിത് കാണാൻ കഴിയില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.